തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിൽ നിന്ന് കേവലം 3.5 കിലോമീറ്ററിനുള്ളിൽ നടന്ന സംഭവമാണിത്. ഈ ഏകദേശം 10 മിനിറ്റിനുള്ളിൽ ഫയർ എഞ്ചിൻ എത്തുകയാണെങ്കിൽ അതിൽ ഇത്രയും നഷ്ടങ്ങൾ ഒരിക്കലും വരാതെ കച്ചവടക്കാർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. ഇത് കച്ചവടക്കാരൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ തീർച്ചയായും ഇത് പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടുത്തി വീണതിന് സമമായിപ്പോയി. ഇത് നമ്മുടെ ഭരണാധികാരിയുടെ ഒരു കെടുകാര്യസ്ഥ അത് മാത്രമാണ്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോയിൽ ഫസ്റ്റിൽ തന്നെ മനസ്സിലാവും. അത്രയും ചെറിയ ഒരു തീ ഇത്ര സമയം കൊണ്ട് വ്യാപിച്ചത് തീർച്ചയായും നമ്മുടെ ഫയർ സ്റ്റേഷൻ്റെ അനാസ്ഥ തന്നെയാണ്. ഫയർ സ്റ്റേഷനിലുള്ള ഫയർ എഞ്ചിൻ വന്നത് തന്നെ അരമണിക്കൂറിലധികം ലേറ്റായിട്ടാണ്. അവർ കൊണ്ടുവന്ന എഞ്ചിനിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ അളവും വളരെ കുറവായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുള്ളത്. അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങൾ അത്രയും അവരെ കുറ്റം പറഞ്ഞിട്ടാണുള്ളത്. ഇത് ഞങ്ങളുടെ കച്ചവടക്കാർക്ക് ഇത്രയും ഇതുപോലുള്ള അവസ്ഥയിൽ തീർച്ചയായും നമുക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ്. നിങ്ങൾ തീർച്ചയായും ഇതിനെതിരെ ശരിക്ക് ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് ശരിക്കും പ്രതിഷേധങ്ങളാണ് വേണ്ടത്. സംഘടനയിൽ നിന്നും പ്രതിഷേധം വേണം, ജനങ്ങളിൽ നിന്ന് ഇതിൽ ശക്തമായ പ്രതിഷേധം വേണം. കാരണം എന്താ പറഞ്ഞാൽ ഇനി ഒരാൾക്ക് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ കത്തി പോകുന്ന കടകളിലെ കച്ചവടക്കാരുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് ഇതുപോലുള്ള ഷോപ്പുകൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് തന്നെ.